ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ ഇങ്ങനെ ചമച്ചുകൊണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഇവിടെ ഇങ്ങനെ ചമയ്ക്കണതെന്ന് വിചാരിക്കും. അത് അമ്മ അവിടെ കറിക്ക് പൂള നന്നാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് 2 കഷ്ണം എടുത്തിട്ട് തിന്നു കേട്ടോ. അപ്പോൾ നല്ല മധുരമുണ്ട് പൂളാക്കി. ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഇത് 2 കഷ്ണം എടുത്തിട്ട് ചമയ്ക്കുക കേട്ടോ. അപ്പോൾ അതാ അമ്മ ഇന്ന് മസാലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അതിക്ക്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്കൊരു പൂതി അമ്മേൻ്റെ മസാലക്കറി കഴിക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കൊരു പൂതി കേട്ടോ, കാരണം ഇവിടെ വരുമ്പോഴാണ് അങ്ങനത്തെ കറികളൊക്കെ കഴിക്കാൻ പൂതി. അല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കിയാൽ എത്രയായാലും ആ മസാലക്കറി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ അത് അമ്മ അതിക്ക് എന്താ പറയുക കറിക്കുള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ കിഴങ്ങും അതുപോലെ ചക്കക്കുരും പൂളയും കൂടി ഇട്ട് അടുപ്പത്ത് വെച്ചത്. അപ്പോൾ എന്താ പറയുക അതാദ്യം വേവിച്ച് വന്ന ശേഷം കേട്ടോ അതിക്ക് മസാലകൾ ഉണ്ടാക്കുള്ളൂ കേട്ടോ. അപ്പോൾ അമ്മ അത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, എന്താ പറയുക മുളകും പൊടി ഇട്ട് കൊടുത്തു, പിന്നെ ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് കേട്ടോ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് വെന്ത് വന്ന ശേഷം കഴിക്ക് മസാല കൂട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അമ്മ എന്താ പറയുക തക്കാളി, ഉള്ളി, വലിയ ഉള്ളി, അതേപോലെ ഇഞ്ചി, പച്ചമുളക് ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ഒക്കെ എന്താ പറയുക ഒക്കെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് മസാല കൂട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ പറയുക അതിലേക്ക് എന്താ പറയുക പൊടികൾ മല്ലിപ്പൊടി, അതേപോലെ പെരിഞ്ചീരകം, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, 2 മണി കുരുമുളക് അതും അരച്ചിട്ട് നല്ലതുപോലെ എണ്ണയിട്ടിട്ട് വറുത്തിട്ട് ആദ്യം വറുത്ത് വന്ന ശേഷം മിക്സിയിട്ടിട്ട് അരച്ചിട്ട് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ പറയുക ഒക്കെ ആദ്യം റെഡിയാക്കി വെച്ചിട്ടാണ് അമ്മ ഈ എന്താ പറയുക ഇത് വേവിക്കാൻ നിന്ന് കേട്ടോ. അപ്പോൾ അത് വെന്ത് വന്ന ശേഷം അത് അമ്മ ഞാൻ പറഞ്ഞില്ല നുറുക്കി വെച്ച സാധനങ്ങളൊക്കെ അത് അമ്മ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ അമ്പാടി എന്തിനോ കരഞ്ഞപ്പോൾ എനിക്ക് പകുതി ഭാഗം വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ, ബാക്കി ഭാഗം അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല. എനിക്ക് അമ്പാടി അനിയത്തിയുടെ കുട്ടി അതും കൂടി അവനോടും തല്ലുകൂടി എണ്ണുന്നുണ്ട്. അപ്പോൾ 2 കൂടി തല്ലുകൂടിപ്പോൾ ഞാൻ അവനെടുക്കാൻ വേണ്ടിയിട്ട് ഓടിയപ്പോഴേക്ക് ആ ഭാഗം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ മസാലയൊക്കെ ഉള്ളിയും തക്കാളിയൊക്കെ വെന്ത് വന്ന ശേഷം ഈ അരവ് അതിലേക്ക് ഒഴിച്ചു. ഈ കിഴങ്ങ് വേവിച്ചതും ഒക്കെ ഇട്ടെടുത്ത് നല്ലതുപോലെ തിളച്ച് വന്ന ശേഷം അതിലേക്ക് ചെറിയ ഉള്ളിയും കരിവേപ്പിലിട്ട് നല്ലതുപോലെ വറവ് ഇട്ടിട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ എന്താ പറയുക ഭക്ഷണമൊക്കെ വെന്ത് വന്ന ശേഷം ഭക്ഷണം കഴിക്കാമായിരുന്നു കേട്ടോ. കാരണം അപ്പോൾ അനിയത്തിയും വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എന്താ പറയുക വേറെ സ്പെഷ്യലായിട്ട് കറിയൊന്നും ഇട്ടിട്ട് വെറും മസാലക്കറിയും പിന്നെ മാങ്ങ പഴുത്തുണ്ടായിരുന്നു. അപ്പോൾ അത് നുറുക്കിയിട്ട് ഞങ്ങൾ ഉപ്പും മുളകൊക്കെ തിരുമ്പി അതും ഉണ്ട് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതിയിരിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.